ഗൈസ്, ഇറ്റോസ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ കുറേ നാളായിട്ടൊരു ലോങ് വീഡിയോ എടുത്തിട്ട്. അപ്പൊ ഇന്ന് ഞാൻ ഉച്ചക്കൊരു ഫുഡ് ഉണ്ടാക്കാന്ന് കേട്ടോ, ബിരിയാണി ഉണ്ടാക്കുവാന്നേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നൊരു ലോങ് വീഡിയോ എടുത്ത് എൻ്റെ ചങ്കുകളെല്ലാം കണ്ട് സംസാരിക്കാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ പരിപാടി തുടങ്ങട്ടെ കേട്ടോ. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം പേസ്റ്റ് ആക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കണം. പിന്നെ അതേപോലെ ഉള്ളിയെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ അരി. പിന്നെ ചിക്കൻ എന്ന് വെച്ചാൽ മറ്റേ കുറേ വേവുള്ള ചിക്കനാട്ടോ, ഒരു 30-35 വിസിലാക്കിയിട്ട് ഞാൻ രാവിലെ വെച്ചിട്ടുണ്ട്. ഇനി എന്താ ആവുമെന്നറിയില്ല, വെന്തോന്നൊന്ന് നോക്കണം. എപ്പോഴാ നീ എൻ്റെ. പിന്നെ നമുക്ക് ചിക്കൻ നോക്കട്ടെ. ചൂട് ചൂട് ചൂട്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഒരാൾക്ക് ഇന്ന് സ്കൂളില്ല കേട്ടാ, ഒരാളെ അംഗൻവാടിയിലാക്കിയിട്ടുണ്ട്. വെന്തിട്ടുണ്ട്. അത് നോക്കി തീരുമെന്നറിയില്ല. അത് എത്തിക്കണം. ഇനി ഉള്ളിയും തക്കാളിയും കൂടെ വേവിക്കട്ടെ കേട്ടാ. രണ്ടാളും ഇല്ലേ ടീച്ചർ? രണ്ടാളും ഇല്ലേ? മോനെ അംഗൻവാടി കൊണ്ടാക്കിട്ട് 2 ദിവസമായി പോകാത്ത. അപ്പോഴും മടിയാവുന്ന വിചാരിച്ചു, പക്ഷെ മടിയൊന്നും ഇല്ല കേട്ടാ. ആള് ഉഷാറായി. ഇവിടെ രണ്ടാളും കൂടെ നിന്ന ചൊറയായിരിക്കും. വെള്ളത്തിൽ കളി, കുരുത്തക്കേടിന്റെ ആശാന്മാരാണ്. അപ്പൊ മുളക് പൊടിയൊന്നും ഇടുന്നില്ല കേട്ടാ, ചിക്കൻ മസാലയൊന്നും ഉപയോഗിക്കുന്നില്ലേ. മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുരുമുളക്. നോക്കിയിട്ട് ആവശ്യത്തിന് ഇടാം കുരുമുളക്. നമ്മള് ഉപ്പാണിനിടും. ഉപ്പാണി. പിന്നെ ഒരു ചെറുനാരങ്ങ പീസ്. എപ്പോഴാ നീ എൻ്റെ സ്വന്തമായി മാറിയത്. എന്താണ് എല്ലാവർക്കും ഇന്ന് സ്പെഷ്യൽ? കുറേ ദിവസം ബിരിയാണിക്കൊരു കൊതി. നല്ല മഴ വരുമ്പോൾ നല്ല ചൂടുള്ള ആവി വറക്കുന്ന ബിരിയാണി എന്ന ഭയങ്കര കൊതിയല്ലേ. അത് തന്നെ ഇവിടെയും. പാവഞ്ഞൻ. നാട്ടിലൊക്കെ മഴയുണ്ടോ ചങ്കളെ? ഇവിടെ നിന്ന് നല്ല പൊരി വെയിലാ. ബിരിയാണി വെക്കുമ്പോഴത്തേക്കും വെയിലായി. മണിമാറിലണിയാം, മഹർമാല പണിയാം, ഇനിയൊരു മനം ഒന്നായി കഴിഞ്ഞിടാം. കഥയിത് കഴിഞ്ഞേ കഴിവില്ലെന്നറിയേ, കണ്ണീരിലും കൈ കോർത്തു വരാം. അഴകിൻ്റെ അഴകേ അരിമുല്ല മലരേ, ഈ മലർവനിയിൽ അണയാമോ തേനിമ്പക്കൻ. പൊള്ളി. ചിക്കൻ നന്നായിട്ട് തിളച്ച് വെന്ത് അടിപൊളി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ചോറിന് അരിയിട്ട് ഒക്കെ ഇതും കൂടെ വെന്തിട്ട് വേണം ദമ്മിടാൻ. ദമ്മിട്ടിട്ടാണ് ആക്കാറ്. വെന്ത് വന്ന കേട്ടാ. ഇനി അതിന്റെ മേലേക്ക് തീക്കനൽ പൊടിയിടട്ടെ. കുറച്ചായിട്ട് ദമ്മിടാം. കുറച്ചും കൂടെ വേവാണ്ട്. അങ്ങനെ ചോറ് ദമ്മിടുന്നു കേട്ടാ ചങ്കളെ. ചോറ് ദമ്മിടട്ടെ.
ഇന്നെന്താ അവസ്ഥ എന്നറിയില്ല. ടേസ്റ്റ് നോക്കാൻ ആരുമില്ല, ഞാൻ തന്നെ ഇപ്പൊ ടേസ്റ്റ് നോക്കേണ്ടി വരും. ബിരിയാണി പൂമാര നിങ്ങളെന്നെ പെരുന്നാൾ മല്ലിച്ചപ്പും പുതിയനൊക്കെ നട്ടിട്ട് കൊടുക്കണം. ചിക്കൻ അങ്ങ് ഇളക്കിയിട്ട് അങ്ങോട്ട് കൊടുക്കട്ടാ. നല്ല മഴയത്തുള്ള ചൂടുള്ള ബിരിയാണി. അങ്ങനെ ബിരിയാണിയെല്ലാം റെഡിയായി. ഇനി ഞാനും എൻ്റെ ചുട്ടാപ്പിയും കൂടെ ടേസ്റ്റ് നോക്കട്ടെ കേട്ടാ. എൻ്റെ ചുട്ടാപ്പിക്ക് ഫസ്റ്റ് കൊടുക്കട്ടെ. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് കുറച്ച് കുറവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? ബിരിയാണിക്കാരനാണ് കേട്ടാ, ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. പോയി അപ്പോൾ വിശന്ന് ഒരു വിധായി ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാ മുത്തുമണികൾക്കും ടാറ്റ, ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ കാണുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ.